ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ. പ്രമേയം ലോക്സഭ ചർച്ച ചെയ്യും. രാജ്യസഭയിലേക്ക് പ്രമേയം ഇതുവരെ എത്തിയിട്ടില്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും നോട്ടുകെട്ടുകൾ വൻതോതിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റിന് സുപ്രീം കോടതി തന്നെയാണ് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ലോക്സഭാ സമ്മേളനം ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ ലോക്സഭയിലേക്ക് ഇംപീച്ച്മെന്റ് പ്രമേയം എത്തിയിട്ടുണ്ട്. അത് ലോക്സഭ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇനി നടക്കാനുള്ളത് ഇതിന്മേൽ ഈ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കും എന്നുള്ളതാണ്. ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് 2/3 ഭൂരിപക്ഷം ഉൾപ്പെടെ ഈ സഭയിൽ വേണ്ടതുമുണ്ട്. ലോക്സഭയിൽ നിലവിൽ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്മേൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കും. ഒപ്പം തന്നെ രാജ്യസഭയിലേക്ക് കൂടി ഈ പ്രമേയം ഇനി വരണം. അവിടെയും ഈ പ്രമേയം പാസ്സാക്കിയെടുക്കാൻ കഴിയുകയും വേണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രതിപക്ഷ പാർട്ടികളും ഈ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും പാർലമെന്റ് അവധിയാണ്. അടുത്ത ദിവസം സമ്മേളിക്കുമ്പോൾ അതിനുശേഷം സമ്മേളിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് ചർച്ചയ്ക്ക് എടുത്തേക്കും. ശരി.